ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു പുത്തൻ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രത്യാശയുടെ പടിവാതിൽ ഇതാ തുറക്കപ്പെട്ടു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അഗസ്തോസ് കൈസർ റോമാ ചക്രവർത്തിയും ഹേരോദാവ് യഹൂദ രാജാവുമായിരുന്ന കാലത്ത് ദൈവം ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന പട്ടണത്തിൽ മറിയ എന്നു പേരുള്ള ഒരു കന്യകയുടെ അടുക്കിലേക്ക് അയച്ചു. ശ്രേഷ്ഠനാം പുത്രൻ ജനിക്കും നിനക്ക്, അവനത്യുന്നതൻ തന്റെ ദിവ്യപുത്രൻ. ദാവീദിൻ സിംഹാസനാരൂഢനായിടും പൈതലിനേകുക യേശുനാമം. എന്നിട്ട് തന്റെ രാജ്യത്തിലെ ജനമെല്ലാം ജനസംഖ്യാ കണക്കിൽ പേരെഴുതിക്കണമെന്ന് അഗസ്തോസ് കൈസർ കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. അതനുസരിച്ച് ജോസഫ് ഗർഭിണിയായ ഭാര്യയും കൂട്ടി പേരെഴുതിക്കാൻ ബേത്ലഹേം എന്ന പട്ടണത്തിലേക്ക് പോയി. ഏറെ വൈകിയെത്തിയ അവർ ഒരിടം തേടി നടക്കുകയാണ്. മുട്ടി വിളിക്കുന്നു വീട്ടുകാരെ. സത്രക്കാരെ തലയൊന്നു ചാറ്റുവാൻ അല്പനിടം ഞങ്ങൾ തേടിടുമോ? സത്രം നിറഞ്ഞുപോയി, വാതിലടച്ചുപോയി, മറ്റാർക്കും നൽകാനിടമില്ലേ? ക്ഷീണിച്ചുറങ്ങുന്ന പാന്തപുരാശയിൽ ശല്യമായി തീരാതെ പൊയ്ക്കൊള്ളൂ. നടന്ന് നടന്ന് അവശരായി അവർക്ക് ആരും ഇടം കൊടുത്തില്ല. ഒടുവിൽ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ അവർക്ക് അഭയം ലഭിച്ചു. ലോകമുറങ്ങുന്ന ആ സുന്ദര രാത്രിയിൽ യേശുനാഥൻ പിറന്നു. കാലിത്തൊഴുത്തിൽ എളിയവനായി ജനിച്ചുവെങ്കിലും ആ ജനനവാർത്ത അറിഞ്ഞ് പൗരസ്ത്യദേശത്തു നിന്നും രാജാക്കന്മാർ കാഴ്ചകളുമായി എത്തി. ഒപ്പം ആ പ്രദേശത്തു നിന്നുള്ള ആട്ടിടയന്മാരും എത്തി ഉണ്ണിയെ വന്ദിക്കുവാൻ. പിറന്നു ഈ മണ്ണിൽ മനുജനു ശാന്തിയ വനവൃന്ദം മേഘരാജിയെ പാടി വരുന്നിതാ. മനുജനു സുവാർത്തയ വലിയൊരു സന്തോഷമാ, ജാതനായി ഭൂമിയിൽ ദൈവപുത്രൻ രക്ഷാ സന്ദേശമാ.
മോദം വെണ്ണിൻ പൊന്നുണ്ണിയെ കൈകൂപ്പി വണങ്ങുന്നു കീർത്തനധാരൻ കുതരസീമകൾ കുറിത്തരിച്ചു നിൽക്കുന്നു മനുജന സുവാർത്തയ വലിയൊരു സന്തോഷമാണ് ജാതനായി ഭൂമിയിൽ ദൈവപുത്രൻ രക്ഷാ സന്ദേശമാണ് രാജാക്കന്മാരോടൊപ്പം മാലാഖമാരും എത്തി ഉണ്ണിയെ ആരാധിക്കുവാൻ താരാട്ട് പാടി ഉറക്കുവാൻ